ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെ സിപിഎം സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. മുതിർന്ന നേതാക്കൾക്കെതിരായ സാമ്പത്തികാരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേതാക്കൾക്കെതിരെ വലിയ രീതിയിൽ സാമ്പത്തിക ആരോപണങ്ങൾ തെളിവ് സഹിതം ഉന്നയിച്ച ശരത് പ്രസാദിന് സസ്പെൻഷൻ ആയിരിക്കുകയാണ്. വിവരങ്ങൾ നീലിമ, അങ്ങനെ തന്നെയാണ്. അതായത് പ്രതീക്ഷിച്ചിരുന്ന നടപടി തന്നെ സംഭവിച്ചിരിക്കുന്നു. അതായത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശരത് പ്രസാദിനെതിരെ നടപടി ഉണ്ടാവുന്നു. അതായത് ശരത് പ്രസാദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലയിലെ മുതിർന്ന നേതാക്കളടക്കം, സാധാരണ നിലയിൽ സിപിഎമ്മിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് നമുക്ക് അറിയാവുന്നതാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലയിലെ മുതിർന്ന നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് ശരത് പ്രസാദിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം. അതായത് ജില്ലയിലെ AC മൊയ്തീൻ, അതായത് മുൻ മന്ത്രിയും നിലവിലെ MLA-യുമായിട്ടുള്ള AC മൊയ്തീനും, അതേപോലെ തന്നെ ജില്ലയിലെ മുൻ ജില്ലാ സെക്രട്ടറി സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി MM വർഗീസിനും, അതേപോലെ തന്നെ സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള MK കണ്ണനുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അത് ശബ്ദ സന്ദേശത്തിലൂടെ, അതായത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശരത് പ്രസാദും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസനും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരുന്നത്. ഇതിനുശേഷം ശരത് പ്രസാദിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ജില്ലയിലെ പ്രബല വിഭാഗം, അതായത് പാർട്ടിയുടെ ഒരു പൊതുവികാരം തന്നെ ഈ ശരത് പ്രസാദിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തൃശ്ശൂരിൽ വന്നപ്പോഴും അത് തന്നെ ആവർത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ശരത് പ്രസാദിനെതിരെ കടുത്ത നടപടി, അതായത് മുൻപെങ്ങും സ്വീകരിക്കാത്ത വിധത്തിൽ, അതായത് CPM അവകാശപ്പെടുന്നത് കരുവന്നൂരിലും ഒപ്പം നടത്തറയിൽ അടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ കൊള്ള നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് അവകാശപ്പെട്ട സാഹചര്യത്തിലാണ് ഇതുപോലെ പാർട്ടിയിൽ നിന്ന് തന്നെ, അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് വെളിവാക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ഇതിനുശേഷം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അടക്കം വലിയ പ്രതിരോധത്തിലായിരുന്നു. അതിൽ നിന്ന് മുഖം രക്ഷിക്കാനും ഒപ്പം തന്നെ MM വർഗീസിനെയും AC മൊയ്തീനെയും MA കണ്ണനെ അടക്കം വെള്ളപൂശുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം ചിന്തിച്ചിരുന്നതാണ്. അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലയുടെ ഒരു വികാരം അറിയിച്ചിരിക്കുകയാണ്. ഇനിയും അതേപോലെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇനിയും ബാക്കി നടപടി എടുക്കേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ശരത് പ്രസാദും ഇതിന് പിന്നാലെ, അതായത് നിബിൻ ശ്രീനിവാസന് പിന്നാലെ പുറത്തേക്ക് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, ശരി. സാനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.